ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും മിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം ക്ലാസ് ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ ഈ ചാപ്റ്ററിനൊപ്പം തന്നെ ഈ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ പാഠം നമ്മൾ അവസാനിപ്പിച്ചത് എവിടെയാണ്? വേദിക് പീരീഡിൽ വന്നിട്ടാണ് അവസാനിപ്പിച്ചത്. ഏർലി വേദിക് പീരീഡിലും ലേറ്റർ വേദിക് പീരീഡും പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ്, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കുന്നത്? രണ്ടാമത്തെ ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഏർലി വേദിക് പീരീഡിൽ നിന്ന് ലേറ്റർ വേദിക് പീരീഡ് ആയപ്പോൾ നമ്മൾ പഠിച്ചതാണ്, അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ മനുഷ്യർ സ്ഥിരതാമസമാക്കാൻ ആരംഭിച്ചു. കൃഷിയെല്ലാം വികസിച്ചതോടുകൂടി കൃഷിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കൃഷിപരമായിട്ടുള്ള സൗകര്യത്തിന്, കാർഷികപരമായിട്ടുള്ള സൗകര്യത്തിനും അവരുടെ അനുകൂലങ്ങൾക്കും വേണ്ടിയിട്ട് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് അവർ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? സ്ഥിരതാമസം ആരംഭിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ സ്ഥിരതാമസം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ സ്ഥിരതാമസമാക്കിയത് മുതൽ മനുഷ്യ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അത്തരം മാറ്റങ്ങളും ആ സമയത്ത് മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിയ പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി നിങ്ങൾ ഇതെല്ലാം സ്കൂളിൽ കേട്ടിട്ടുണ്ടാവും, ട്യൂഷൻ സെന്ററുകളിൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഒരു ബ്രീഫ് അല്ലെങ്കിൽ ക്വിക്ക് റീവൈൻഡ് ചെയ്യുക, ക്വിക്കായിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്താ സംഭവിക്കുന്നത്. ഈ പറയുന്നത് ഏർലി വേദിക് പീരീഡിൽ നിന്ന് ലേറ്റർ വേദിക് പീരീഡ് ആവുകയും ജനങ്ങൾ സ്ഥിരതാമസം ആരംഭിക്കാൻ തുടങ്ങുകയും അങ്ങനെ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു, അല്ലെ? അപ്പോ ഈ ഗംഗാ നദീതടത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വലിയ മാറ്റങ്ങളാണ് എവിടെ ഉണ്ടായത്? നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് ഉണ്ടായത്. ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷിക്ക് വേണ്ടി എന്തുപയോഗിക്കാൻ തുടങ്ങി? ആയുധങ്ങൾ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, അല്ലെ? കൈക്കോട്ടും പിക്കാസും പോലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. കൃഷിയിൽ വലിയ പുരോഗതി ഉണ്ടായി. അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി. ബാക്കി വന്ന സാധനങ്ങൾ അവർ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കച്ചവടം ചെയ്തപ്പോൾ പതുക്കെ അവിടെ നഗരങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ കൃഷിയെല്ലാം വികസിച്ചപ്പോൾ, കാർഷിക മേഖലക്ക് പുരോഗതി ഉണ്ടായപ്പോൾ, കാർഷിക മേഖല വലിയ രീതിയിൽ ഒരു വികസിച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ മക്കളെ, അന്നത്തെ കാലത്ത് കാർഷിക മേഖല മൃഗങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഭൂമി കിളക്കാനൊക്കെ ആയിട്ട് ഇന്നാണ് ട്രാക്ടറുകളും സാധനങ്ങളും വന്നത്. അന്ന് എന്തായിരുന്നു? മൃഗങ്ങളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്ന ഒരു പ്രക്രിയ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അത്തരത്തിൽ മൃഗങ്ങളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കാനായിട്ട് അവർ മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ വളമാര് നമുക്കറിയാം, മൃഗങ്ങളുടെ ചാണകമൊക്കെയാണ് അവർ എന്തായിട്ട് ഉപയോഗിച്ചിരുന്നത്? വളമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അന്ന് സംഭവിച്ചത്, ഈ വേദിക് കാലഘട്ടത്തിൽ ഒരുപാട് എന്തുണ്ടായിരുന്നു? മൃഗബലി പോലുള്ള ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. മൃഗങ്ങളെ ബലി കൊടുക്കുക, ദൈവത്തിന് വേണ്ടി മൃഗങ്ങളെ എന്ത് ചെയ്യാം? ബലി കൊടുത്തിരുന്നു, അല്ലെ? യാഗങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ യാഗങ്ങൾ ശക്തമായി നിലനിന്ന കാലഘട്ടമായിരുന്നു വേദിക് കാലഘട്ടം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് മൃഗങ്ങളെ യാഗങ്ങളുടെ പേരിൽ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് വീട്ടുകാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ബലി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ മൃഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അങ്ങനെ വലിയൊരു കുറവുണ്ടായപ്പോൾ സ്വാഭാവികമായും അതെന്തിനെ ബാധിച്ചു? കാർഷിക മേഖലയെ ബാധിച്ചു, കൃഷിയെ ബാധിച്ചു. അങ്ങനെ അത് കൃഷിയെ ബാധിച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ കൃഷിയിലുള്ള പുരോഗതി എല്ലാം നശിക്കാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് ജനങ്ങൾക്കിടയിൽ ഈ വേദിക് കാലഘട്ടത്തിലെ ആചാരങ്ങളെ പഠിച്ചുകൊണ്ട്, ആചാരങ്ങളെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ടേക്ക് എത്തി. അവർ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇന്ത്യയിൽ മൊത്തത്തിൽ പ്രചരിച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ, 2 ആശയങ്ങളാണ് മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിലൊന്ന് ബുദ്ധിസം, ബുദ്ധമതമാണ്. മറ്റൊന്ന് ജൈനിസം, ജൈനമതമാണ്. അപ്പോ അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്റർ വിശദമായിട്ട് കുറെ അധികം പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്കിവിടെ പഠിക്കാനുള്ള തീർത്ഥങ്കരന്മാരെ പറ്റിയാണ്. ജൈനമതം തുടങ്ങുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് തീർത്ഥങ്കര എന്ന് പറയുന്ന വ്യക്തികളെ പറ്റിയാണ്, തീർത്ഥങ്കരന്മാരെ പറ്റിയാണ്. ആരാണ് ആ തീർത്ഥങ്കരന്മാര്? നമുക്ക് നോക്കാം. ഈ ഒരു ബോക്സ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ മക്കളെ എന്ത് ചെയ്യണം? പഠിക്കണം. കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതൊക്കെ എന്തായാലും എന്ത് ചെയ്യും? ചോദിക്കും. എന്താ തീർത്ഥങ്കര? നോക്കേ, വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസം. എന്താണ്? സന്യാസത്തിലൂടെ വിജ്ഞാനം നേടിയ ആളുകളെ, സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയ ആളുകളെയാണ് തീർത്ഥങ്കരന്മാരെന്ന് വിളിക്കുന്നത്, തീർത്ഥങ്കര എന്ന് വിളിക്കുന്നത്. അപ്പോ തീർത്ഥങ്കര ആരാന്ന് വെച്ചാൽ എന്ത് പറയണം മക്കളെ? വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസം. എന്താണ്? സന്യാസത്തിലൂടെ, അസെറ്റിസത്തിലൂടെ വിസ്ഡം നേടിയ ആളുകൾ, വിജ്ഞാനം നേടിയ ആളുകൾ, അറിവ് നേടിയ ആളുകളെയാണ് നമ്മൾ
എന്ത് പേരിട്ട് വിളിക്കുന്നത്? തീർത്ഥങ്കരന്മാർ അഥവാ തീർത്ഥങ്കരാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജൈനമത വിശ്വാസ പ്രകാരം മക്കളെ 24 തീർത്ഥങ്കരന്മാരുണ്ടായി. എത്ര തീർത്ഥങ്കരന്മാരുണ്ടായി? 24 പേരുണ്ടായി. അതിൽ ഒന്നാമത്തെ തീർത്ഥങ്കരന്റെ പേരാണ് മക്കളെ ഋഷഭദേവ. ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? ഋഷഭദേവ. 1 മാർക്കിന് ചോദിക്കും ഹു വാസ് ദി ഫസ്റ്റ് തീർത്ഥങ്കര? ആരാണ്? ഋഷഭദേവയാണ്. ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? ഋഷഭദേവയാണ്. 23ാമത്തത് ആരാണ്? പാർശ്വനാഥനാണ്. 23ാമത്തത് പാർശ്വനാഥനാണ്. ഒന്നാമത്തത് ഋഷഭദേവയാണെങ്കിൽ 23ാമത്തത് പാർശ്വനാഥയാണ്. ഇനി അവസാനത്തെ വ്യക്തി മക്കളെ 24ാമത്തതാണ്. ആ 24ാമത്തെ തീർത്ഥങ്കരാണ് മക്കളെ വർദ്ധമാന മഹാവീര. 24ാമത്തത് വർദ്ധമാന മഹാവീര. അപ്പൊ ഒന്നാമത്തത് ഋഷഭദേവ, 23ാമത്തത് പാർശ്വനാഥ, 24ാമത്തത് വർദ്ധമാന മഹാവീര. ഇവർ 3 പേരെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഈ 3 പേരെ പേര് പഠിക്കണം. ഇത് 3ഉം 1 വേർഡ് ആയിട്ട് ചോദിക്കാം. എന്താണ് തീർത്ഥങ്കര എന്നോ, ആരാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ എന്നോ, ആരാണ് 23ാമത്തെ തീർത്ഥങ്കരൻ എന്നോ, ആരാണ് 24ാമത്തെ തീർത്ഥങ്കരൻ എന്നോ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം പ്രതീക്ഷിക്കണം. അപ്പൊ നമുക്കറിയാം എന്താണ് തീർത്ഥങ്കരൻ? വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ അസെറ്റിസിസം. സന്യാസത്തിലൂടെ വിജ്ഞാനം നേടിയ, അറിവ് നേടിയ ആളുകളെയാണ് തീർത്ഥങ്കരന്മാർ എന്ന് വിളിക്കുന്നത്. എത്ര തീർത്ഥങ്കരന്മാരുണ്ടായി? 24 തീർത്ഥങ്കരന്മാരുണ്ടായി. ആരാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ? ഋഷഭദേവയാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. ആരാണ് 23ാമത്തെ തീർത്ഥങ്കരൻ? പാർശ്വനാഥനാണ് 23ാമത്തെ തീർത്ഥങ്കരൻ. ആരാണ് 24ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ തീർത്ഥങ്കരൻ? വർദ്ധമാന മഹാവീരയാണ് 24ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വർദ്ധമാന മഹാവീര എങ്ങനെയാണ് ജൈനമതം രൂപീകരിച്ചത്? അദ്ദേഹത്തിന്റെ ആശയങ്ങളും പാർശ്വനാഥന്റെ ആശയങ്ങളും കൂട്ടിവെച്ചുകൊണ്ടാണ് നമ്മുടെ വർദ്ധമാന മഹാവീര ജൈനമതത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം. ജൈനമതത്തിലെ പ്രിൻസിപ്പിൾസ്, ഐഡിയോളജീസ്, ആശയങ്ങൾ എന്തെല്ലാം, തത്വങ്ങൾ എന്തെല്ലാം എന്നാണ് പഠിക്കാനുള്ളത്. 3 തത്വങ്ങളുള്ള മക്കളെ എന്തായാലും പഠിക്കാം. എന്താണ്? ഇൻ ദിസ് വേൾഡ് എവരിതിങ് ഹാസ് ലൈഫ്. എന്താ? ഈ ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ജീവനുണ്ട്, അല്ലെ? എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ടാ? ജീവനുണ്ട്. ഈ ലോകത്ത് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള വസ്തുക്കളാണ് എല്ലാ വസ്തുക്കളും. ഈ ലോകത്ത് എന്താ? ജീവനില്ലാത്തവയല്ല, ജീവനുള്ളവയാണ്. അടുത്തെന്താ? ഡു നോട്ട് ഹാം എനി ലിവിംഗ് ബീങ്. ഒരു ജീവനുള്ള വസ്തുവിനെയും എന്ത് ചെയ്യാൻ പാടില്ല? മർദ്ദിക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. ഒരാളെ പോലും, ഒന്നിനെയും പോലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മർദ്ദിക്കാനോ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ല. അടുത്തത് എന്താ? ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് കർമ്മ. ജനനവും പുനർജന്മവും എന്താ? നമ്മുടെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉണ്ടാവുക. ഞാൻ ജനിക്കുന്നതും ഞാൻ പുനർജനിക്കും, അല്ലെ? അന്നത്തെ കാലത്തുള്ള ഒരു കൺസെപ്റ്റ് ആണ് പുനർജനിക്കും. ഇപ്പോഴും നിലനിൽക്കുന്നത്. പലർക്കിടയിലും അടുത്തൊരു ജന്മമുണ്ടെന്നും ചിലർ വിചാരിക്കുന്നത് എന്താണ്? പരലോകത്ത് ജനിക്കും, അല്ലെ? പരലോകത്തേക്ക് പോകും, സ്വർഗം നരകം, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കുറെ പേർക്ക് അടുത്ത ജന്മമുണ്ടെന്നും മൃഗങ്ങളായിട്ടോ മറ്റു മനുഷ്യന്മാരായിട്ടോ വീണ്ടും ജനിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ, അപ്പോ ഈ ജനനവും പുനർജന്മവും എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഇത് 3 വളരെ സിമ്പിൾ ആയിട്ടുള്ള ആശയങ്ങളാണ്. ഇത് 3 എന്ത്? നമ്മുടെ ജൈനമതത്തിന്റെ ആശയങ്ങൾ, ഡോക്ട്രൈൻസ് ഓഫ് ജൈനിസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 പ്രിൻസിപ്പിൾസ് ഫോർ അറ്റൈനിങ് മോക്ഷ. മോക്ഷം ലഭിക്കാൻ നമ്മുടെ മഹാവീരൻ പറഞ്ഞ 3 പ്രിൻസിപ്പിൾസ്, 3 ആശയങ്ങൾ അത് ചോദിക്കും. വർദ്ധമാന മഹാവീര ഏതൊക്കെ ആശയങ്ങളാണ് മോക്ഷം ലഭിക്കാൻ വേണ്ടി പറഞ്ഞത്? മോക്ഷം ലഭിക്കാൻ മഹാവീര മുന്നോട്ട് വെച്ച 3 ആശയങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, 1 റൈറ്റ് ബിലീഫ് ആണ്, ശരിയായ വിശ്വാസമാണ്. 2 റൈറ്റ് നോളജ്, ശരിയായിട്ടുള്ള അറിവാണ്. 3ാമത്തത് റൈറ്റ് ആക്ഷൻ അഥവാ ശരിയായ പ്രവൃത്തി. ഇത് 3ഉം ആചരിച്ചാൽ, ഇത് 3ഉം ചെയ്താൽ മാത്രമേ ഒരാൾക്ക് മോക്ഷം ലഭിക്കുള്ളൂ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ വർദ്ധമാന മഹാവീര പറഞ്ഞു. ആര് പറഞ്ഞടാ? വർദ്ധമാന മഹാവീര പറഞ്ഞു. നമ്മൾ ശരിയായ അറിവും ശരിയായ പ്രവൃത്തിയും ശരിയായ വിശ്വാസവും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മോക്ഷം ലഭിക്കുമെന്നാണ് ആര് പറഞ്ഞത്? മഹാവീരൻ പറഞ്ഞത്. ആരാണ് മക്കളെ പറഞ്ഞത്? മഹാവീരൻ പറഞ്ഞു. അപ്പോൾ ഈ 3 കാര്യങ്ങളെയും മക്കളെ നമ്മൾ ഒരുമിച്ച് ത്രിരത്നങ്ങൾ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നോടാ? ത്രിരത്നാസ് അഥവാ ത്രിരത്നങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ത്രിരത്നാസ് എന്ന് വിളിക്കുന്നു, ത്രിരത്നങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ത്രിരത്നാസ് എന്താണ്, ത്രിരത്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ചിലപ്പോൾ ചോദിക്കുന്നത് എന്താണ് ത്രിരത്നങ്ങൾ എന്നായിരിക്കും.
അപ്പോഴും നിങ്ങൾ ഈ 3 കാര്യം എഴുതാം. റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ. അല്ലെങ്കിൽ ചോദിക്കും മഹാവീരൻ പറഞ്ഞ മോക്ഷം ലഭിക്കാൻ പറഞ്ഞ 3 വഴികൾ ഏതൊക്കെയാണ്? അപ്പോഴും ഇത് തന്നെ എഴുതാം. ചോദ്യം മാറ്റിയും മറിച്ചും ചോദിക്കും, ഉത്തരം സെയിം തന്നെയാണ്. അപ്പോൾ ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് മാത്രം ശേഷം മാത്രം എന്ത് ചെയ്യണം? ഉത്തരം എഴുതണം. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാനോ? ഓക്കെ. അടുത്തതാണ് മക്കളെ, ജൈനമത വിശ്വാസ പ്രകാരം ജൈനമതം പ്രചരിപ്പിക്കുന്ന മോങ്സും നൺസും പുരോഹിതന്മാരൊക്കെ 5 കാര്യങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. എന്തൊക്കെയാണത്? അവർ ചോദിക്കും. ജൈനമത വിശ്വാസ പ്രകാരം പുരോഹിതന്മാർ അനുഷ്ഠിക്കേണ്ട 5 കാര്യങ്ങൾ എന്തെല്ലാം അത് ചോദിക്കും. അതിലൊന്നാണ് ഡോണ്ട് കിൽ എനിത്തിങ്. ഒരു വസ്തുക്കളെയും കൊന്നുകളയാൻ പാടില്ല. ഡോണ്ട് സ്റ്റീൽ, മോഷ്ടിക്കാൻ പാടില്ല. ഡോണ്ട് ലൈ, നുണ പറയാൻ, കളവ് പറയാൻ പാടില്ല. ഡോണ്ട് ഓൺ പ്രോപ്പർട്ടി, എന്താ? സ്വത്ത് കൈവശം വെക്കാൻ പാടില്ല. അടുത്തത് പ്രാക്ടീസ് സെലിബസി, എന്താ? ബ്രഹ്മചര്യത്വം ആചരിക്കണം. അഥവാ കല്യാണം കഴിക്കാതെ ബ്രഹ്മചാരിയായി, നിത്യബ്രഹ്മചാരിയായി ജീവിക്കണം. ഈ 5 കാര്യങ്ങൾ ജൈനമതം പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ ആചരിക്കണമായിരുന്നു. അപ്പോൾ ജൈനമതം പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ ആചരിക്കേണ്ട 5 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 4 ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എന്തൊക്കെയാ? കൊല്ലാൻ പാടില്ല, കട്ടെടുക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, സ്വത്ത് കൈവശം വെക്കാൻ പാടില്ല. ബാക്കി ഒരെണ്ണം ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണ്? ബ്രഹ്മചാരി ആയിക്കണം. കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ബ്രഹ്മചാരി ആയിരിക്കണം. അയാൾ ബ്രഹ്മചര്യത്വം ആചരിക്കണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ജൈനമതം പ്രചരിപ്പിക്കുന്നവരും ജൈനമതം പ്രചാരകരായിട്ടുള്ള സന്യാസിമാരും പുരോഹിതന്മാരും അല്ലെങ്കിൽ നൺസും മോങ്സും ഒക്കെ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതും എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം. ഇനി പിന്നെ ജൈനിസം 2 വിഭാഗങ്ങളായിട്ട് മാറി മക്കളെ. ഏതൊക്കെയാണ്? അതിലൊന്ന് ശ്വേതംബരാസാണ്, മറ്റൊന്ന് ദിഗംബരാസാണ്. പിന്നീട് കാലക്രമേണ ജൈനമതം 2 വിഭാഗങ്ങളായിട്ട് മാറി. അതിലൊന്ന് ശ്വേതംബരാസും മറ്റൊന്ന് ദിഗംബരാസുമാണ്. ഒന്ന് ശ്വേതംബരാസും മറ്റൊന്ന് ദിഗംബരാസുമാണ്. ഓക്കെ. അടുത്തത് ബുദ്ധന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തെല്ലാം ഇത് ചോദിക്കും. ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ഇൻ ദി ലൈഫ് ഓഫ് ബുദ്ധ എന്തൊക്കെയാണ്? ഒറിജിനൽ നെയിം സിദ്ധാർത്ഥൻ എന്നാണ്. ബുദ്ധന്റെ യഥാർത്ഥ നാമം എന്താണ് മക്കളെ? സിദ്ധാർത്ഥൻ എന്നാണ്. സിദ്ധാർത്ഥൻ എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. സിദ്ധാർത്ഥൻ എന്ന നാമമാണ് പിന്നീട് ബുദ്ധനാക്കി മാറ്റിയത്. ഓക്കെ. അടുത്തത് ബോൺ ഇൻ ലുംബിനി. എന്താണ്? ലുംബിനിയിലാണ് ജനിച്ചത് അല്ലെ? ലുംബിനി എവിടെയാണുള്ളത്? ലുംബിനി നേപ്പാളിലാണുള്ളത്. അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് മക്കളെ കപിലവസ്തു. ഓക്കെ. അപ്പോൾ നേപ്പാളിലെ ലുംബിനിയിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്. ഇനി അറ്റൻഡ് എൻലൈറ്റ്മെന്റ് അറ്റ് ബോധ് ഗയ ഇൻ ബീഹാർ. എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം, അറിവ് ലഭിച്ചത് എവിടെന്നാ? ബീഹാറിലെ ബോധ് ഗയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബുദ്ധന് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം ഉണ്ടായത് എവിടെന്നാ? ബീഹാറിലെ ബോധ് ഗയയിൽ വെച്ചിട്ടാണ്. അടുത്തത് ഡെലിവർ ഹിസ് ഫസ്റ്റ് സെർമൺ അറ്റ് സരനാഥ്. എന്താ? അദ്ദേഹത്തിന്റെ ആദ്യ മതപ്രഭാഷണം. സെർമൺ എന്ന് പറഞ്ഞാൽ മതപ്രഭാഷണം. ആദ്യത്തെ മതപ്രഭാഷണം ബുദ്ധൻ എവിടെന്നാ ആരംഭിച്ചത്? എവിടെന്നാ പ്രസംഗിച്ചത്? സർനാഥിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ് മക്കളെ? സർനാഥിൽ വെച്ചിട്ടാണ്. അടുത്തത് അറ്റൻഡ് നിർവാണ അറ്റ് കുഷിനര. കുഷിനരയിൽ വെച്ച് നിർവാണമണഞ്ഞു. നിർവാണമണയ എന്ന് പറഞ്ഞാൽ മക്കളെ മരിച്ചു പോകുന്നതല്ല, അവർ സന്യസിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇവരൊക്കെ സന്യസിക്കുന്നത് എവിടെയാ? ഈ ആളും തിരക്കുള്ള സ്ഥലത്താണോ സന്യാസിമാർ സന്യസിക്കുക? അല്ല, ഉൾക്കാടുകളിലോ ഗുഹകളിലോ പോയി ആത്മീയതക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്ത് വളരെ നിശബ്ദമായിരുന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സന്യസിക്കുന്നത്. അപ്പോൾ സമാധാനവും സന്തോഷവും അന്വേഷിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്? സന്യസിക്കുന്നത്. അപ്പോൾ അങ്ങനെ സന്യസിക്കുമ്പോൾ മാക്സിമം സമാധാനവും മാക്സിമം സന്തോഷവും കിട്ടുന്നതാണ് നിർവാണമണയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇത്തരത്തിൽ മാക്സിമം സന്തോഷത്തോടെ മാക്സിമം സമാധാനത്തോടെ ബുദ്ധൻ സന്യാസം ഇരുന്നത് എവിടെയാണ്? കുഷിനരയിലാണ്. അതുകൊണ്ടാണ് നിർവാണമണഞ്ഞത് കുഷിനരയിലാണെന്ന് പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. അടുത്തത് ബുദ്ധന്റെ പ്രിൻസിപ്പിൾസ്, ബുദ്ധന്റെ ആശയങ്ങള്. അത് നിങ്ങൾ നോക്കണം. എന്തൊക്കെയാ ബുദ്ധന്റെ ആശയങ്ങള്? ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ. എന്താ? ജീവിതം മുഴുവൻ എന്ത് നിറഞ്ഞതാണ്? സോറോസ് നിറഞ്ഞതാണ്. വിഷമങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണ്. ഓക്കെ. ഇനി ഡിസയർ ഈസ് ദി കോസ് ഓഫ് സോറോ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടാവാൻ കാരണം? നമ്മുടെ ആഗ്രഹം, ഡിസയർ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ജീവിതം എല്ലാം വിഷമങ്ങൾ നടത്താന്ന് ബുദ്ധൻ പറഞ്ഞു. അടുത്തത് ബുദ്ധൻ പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് വിഷമം ഉണ്ടായി? എന്തുകൊണ്ടാ വിഷമം ഉണ്ടായേ? നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട്, നമ്മുടെ എല്ലാം അത്യാർത്തി കൊണ്ടോ ആഗ്രഹങ്ങൾ കൊണ്ടോ ആണ് നമുക്ക് എന്തുണ്ടാവുന്നത്? വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുന്നത്. ഇനി ഇഫ് ഡിസയർ ഈസ് ഡിസ്ട്രോയ്ഡ് സോറോ വിൽ ഡിസപ്പിയർ. ഇനി നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാവൂല. ശരിയല്ലേ? ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്കിപ്പോ ഒരു 5000 രൂപ വെറുതെ കിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പൈസ തരാന്ന് പറയാൻ ഞാൻ വിചാരിക്കണം 10,000 രൂപ എനിക്ക് കിട്ടും. പക്ഷെ അത് തന്നില്ല, അത്ര തന്നില്ല. അവര് എപ്പോഴും 2000 രൂപയ്ക്ക് എനിക്ക് തന്നോളൂ. എനിക്ക് വിഷമം, ഞാൻ ആഗ്രഹിച്ച അത്രയും കിട്ടിയില്ല.
ഞാൻ വിചാരിക്കും എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാവും, പരീക്ഷയ്ക്ക് എനിക്ക് A+ ഉണ്ടാവും, പക്ഷെ എനിക്ക് കിട്ടിയത് C ഗ്രേഡോ B ഗ്രേഡോ ആണ്. എനിക്ക് വിഷമമുണ്ടോ? ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല. നേരെ മറിച്ച് ഞാനൊന്നും ആഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വിഷമം ഉണ്ടാവില്ല, എനിക്കുള്ളത് വെച്ച് സന്തോഷിക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് ബുദ്ധൻ പറഞ്ഞത്. ഇനി ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ 8-fold path അഥവാ അഷ്ടംഗമാർഗ, ഈ അഷ്ടംഗമാർഗം പിന്തുടരണമെന്നും ആര് പറഞ്ഞു? ബുദ്ധൻ പറഞ്ഞു. നമ്മൾ നമ്മുടെ ഈ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കണമെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കി സങ്കടങ്ങളെല്ലാം ഇല്ലാതാക്കി നമ്മുടെ ജീവിതം സമാധാനത്തോടെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ അഷ്ടംഗമാർഗ 8-fold path പിന്തുടരണമെന്നും ആര് പറഞ്ഞു? നമ്മുടെ ബുദ്ധൻ പറഞ്ഞു. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് എന്താണ് സ്തൂപാസ് എന്നാണ്. എന്താണ് സ്തൂപാസ്? സ്തൂപാസ് ആർ ദി ബിൽഡിംഗ്സ് built on the sites where physical remains of Buddha or objects used by Buddha were buried. എന്താ? ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ ബുദ്ധന്റെ അവശിഷ്ടങ്ങളോ കുഴിച്ചു മൂടിയ സ്ഥലത്ത് പണിയുന്ന ബിൽഡിങ്ങുകളെയാണ്, കെട്ടിടങ്ങളെയാണ് മക്കളെ എന്ത് വിളിക്കുന്നത്? സ്തൂപാസ് എന്ന് വിളിക്കുന്നത്. ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ ബുദ്ധന്റെ അവശിഷ്ടങ്ങളോ കുഴിച്ചു മൂടിയിരിക്കുന്ന, ബറി ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പണിയുന്ന കെട്ടിടങ്ങളെ മക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്തൂപാസ് എന്നത്. എന്താ വിളിക്കാടാ? സ്തൂപാസ് എന്നാണ് വിളിക്കുന്നത്. ഇനി എന്താണ് സ്തൂപാസിന്റെ പ്രത്യേകത? സെമി സർക്കുലർ ഷേപ്പ് ആണ്. എന്ത് ഷേപ്പാ സ്തൂപാസിനുള്ളത്? ഒരു സെമി സർക്കുലർ ഷേപ്പ് ആണ് മക്കളെ ഈ സ്തൂപാസിനുള്ളത്. ഇനി സ്തൂപാസിന്റെ അടുത്ത പ്രത്യേകത എന്താ? റിച്ച് ഇൻ കാർവിങ്സ്. ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഈ സ്തൂപങ്ങളൊക്കെ എന്ത് ചെയ്തിപ്പെട്ടിട്ടുണ്ട് മക്കളെ? ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൊത്തുപണികൾ ചെയ്ത സ്തൂപങ്ങളാണ് ഇവയെല്ലാം. അതുപോലെ അത്തരത്തിലുള്ള 2 സ്തൂപങ്ങളാണ് മക്കളെ സാഞ്ചി സ്തൂപയും സാർനാഥ് സ്തൂപയും. ഏതൊക്കെയാടാ? സാഞ്ചി സ്തൂപയും സാർനാഥ് സ്തൂപയും. അപ്പൊ സ്തൂപാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ ബുദ്ധന്റെ അവശിഷ്ടങ്ങളോ കുഴിച്ചു മൂടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് പണിയുന്ന കെട്ടിടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്തൂപാസ് എന്ന് വിളിക്കുന്നത്. ഈ സ്തൂപാസ് എന്ത് ഷേപ്പിലാണ് പണിയുന്നത്? സെമി സർക്കുലർ ഷേപ്പിലാണ് പണിയുന്നത്. ഈ സ്തൂപാസിന്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ഒരുപാട് കൊത്തുപണികളുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള സ്തൂപാസ്? സാഞ്ചി സ്തൂപയും സാർനാഥ് സ്തൂപയും. ഏതൊക്കെയാടാ? സാഞ്ചി സ്തൂപയും സാർനാഥ് സ്തൂപയും. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. സ്തൂപാസ് ചോദിക്കുമ്പോൾ ഇത് എഴുതണം. 2 മാർക്കിന് ചോദിക്കും. അപ്പോഴും 4 പോയിന്റ് എഴുതാൻ, അല്ലെങ്കിൽ 4 മാർക്കിനായിരിക്കും ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അടുത്തത് എന്താണ് സംഘാസ്? സംഘാസ് എന്താണ്? സംഘാസ് എന്ന് പറഞ്ഞാൽ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന സന്യാസിമാരുടെ സംഘങ്ങളാണ് മക്കളെ സംഘാസ്. അല്ലെ? ഒരു സംഘം, ഒരു കൂട്ടം ആളുകൾ, സന്യാസിമാരുടെ ഒരു കൂട്ടം ആളുകളെയാണ്, ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന സന്യാസിമാരുടെ ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ സംഘാസ്. ഈ സംഘാസിലേക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അവിടെ ജാതിയോ മതമോ ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ എന്നതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. കറുത്തവനാണോ വെളുത്തവനാണോ എന്നൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ ബുദ്ധാസിൽപ്പെട്ട ആളുകളാണെങ്കിൽ ആ ബുദ്ധമതം ആചരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ബുദ്ധമതത്തിന്റെ പ്രചാരകരായിട്ട് മാറാൻ കഴിയും. അവിടെ ജാതി മതം വിശ്വാസം അതൊന്നും പ്രാധാന്യമല്ല. ഇനി സ്ത്രീകളുടെ സംഘങ്ങളെ വിളിച്ചിരുന്ന പേര് ഭിക്ഷുനി എന്നും പുരുഷന്മാരുടെ സംഘത്തിനെ വിളിച്ച പേര് ഭിക്ഷു എന്നുമാണ്. അത് നോക്കി വെക്കണം. സ്ത്രീകളുടെ സംഘങ്ങളെ വിളിച്ച പേര് ഭിക്ഷുനി എന്നും പുരുഷന്മാരുടെ സംഘങ്ങളെ വിളിച്ച പേര് ഭിക്ഷു എന്നുമാണ്. ഓക്കെ, അത് ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും. വുമൺ സംഘാസ് വെർ കോൾഡ് ഭിക്ഷുനീസ് ആൻഡ് മെൻ സംഘാസ് വെർ കോൾഡ് ഭിക്ഷൂസ്. അതങ്ങട് പഠിച്ചു വെച്ചേക്കാം. പിന്നീട് ബുദ്ധന്റെ മരണശേഷം ബുദ്ധമതം 2ആയി സ്പ്ലിറ്റ് ആയി. ഏതൊക്കെയായിട്ടായത്? മഹായാനയും ഹിനായാനയും. ഏതൊക്കെയാണ്? മഹായാനയും ഹിനായാനയും. അതില് ഈ മഹായാന വിഭാഗം ബുദ്ധനെ ദൈവമായി കണ്ട് ആരാധിച്ചവരാണ്. മഹായാന വിഭാഗം ബുദ്ധനെ ദൈവമായി കണ്ട് ആരാധിച്ചവരാണ്. അപ്പൊ ബുദ്ധനെ വിശ്വാസം അർപ്പിച്ച് ബുദ്ധനെ ദൈവമായി കണ്ട് ആരാധിച്ചവരാണ് മക്കളെ ആര്? ഈ മഹായാന വിഭാഗം. ഓക്കെ, അതും നോക്കി വെക്കാൻ. ചിലപ്പോൾ ചോദിക്കും ഏത് വിഭാഗമാണ് ബുദ്ധനെ ദൈവമായി കണ്ട് ആരാധിച്ചതെന്ന്. 1 മാർക്കിന്റെ ഒരു ചോദ്യം വരും. ആരാണ്? മഹായാന വിഭാഗമാണ്. ആരാണ് മക്കളെ? മഹായാന വിഭാഗമാണ്. ഓക്കെ, അടുത്തത് നമുക്ക് മഹാജനപദാസ്. എന്താണ് ജനപദാസ് എന്ന്? മഹാജനപദാസ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ? എന്താണ്? നമ്മുടെ വേദിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ കൂട്ടത്തെയാണ് ജനപദാസ് എന്നും, ഒരുപാട് ജനപദാസ് ചേർന്നാണ് ഒരു മഹാജനപദാസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കത് ജസ്റ്റ് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ എന്താണ് ജനപദാസ് എന്നും എന്താണ് മഹാജനപദാസ് എന്നും ചോദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ മഹാജനപദാസ്. മഹാജനപദാസിലെ ഭരണ സംവിധാനത്തെ പറ്റിയാണ്. എന്താണ്? ആൻ എഫിഷ്യന്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ ആൻഡ് സ്റ്റാൻഡിംഗ് ആർമി ഡെവലപ്ഡ്. അവിടെ എന്താണ്? നികുതി പിരിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്വന്തമായിട്ട് സൈന്യം, ആർമിയും ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് എന്തുണ്ടായിരുന്നു മക്കളെ? ആർമി അഥവാ സൈന്യം ഉണ്ടായിരുന്നു. ഇനി അവർ നികുതി പിരിച്ചിരുന്നു. അന്നത്തെ കാലത്ത് നികുതിയുടെ പേരാണ് ബാലി എന്നും ഭാഗ എന്നും പറയുന്നത്. അന്നത്തെ കാലത്തെ മക്കളെ നികുതിയുടെ പേരാണ് ബാലി എന്നും
ഭാഗ എന്നും പറയുന്നത്. ബാലി എന്നും ഭാഗ എന്നും പറയുന്നത് അന്നത്തെ കാലത്തെ നികുതിയുടെ പേരാണ്, ടാക്സിന്റെ പേരാണ്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? അവർക്ക് ടാക്സ് കളക്ടിങ് സിസ്റ്റം ഉണ്ടായിരുന്നു, സ്വന്തമായി സൈന്യം ഉണ്ടായിരുന്നു. ഇനി ഏതൊക്കെയാണ് ആ ടാക്സ്? ബാലി എന്ന് പറയുന്ന നികുതിയും ഉണ്ടായിരുന്നു, ഭാഗ എന്ന് പറയുന്ന നികുതിയും ഉണ്ടായിരുന്നു. ഇനി എന്താ ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്? നമ്മളെ പോലെ പൈസയാണോ? എല്ലാ ഗ്രെയിൻസ്, ധാന്യങ്ങളെയും മൃഗങ്ങളെ, കാറ്റിൽസിനെയുമാണ് അവർ എന്ത് ചെയ്തിരുന്നത്? നികുതിയായി കൊടുത്തിരുന്നത്. അവരുടെ കയ്യിലുള്ളത് എന്താണോ അത് കൊടുക്കും. കർഷകരാണെങ്കിൽ ധാന്യങ്ങൾ, നെല്ലും ഗോതമ്പും പോലുള്ള ധാന്യങ്ങൾ കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? മൃഗങ്ങളെ ധാന്യം എന്തായിട്ട് കൊടുത്തിരുന്നു? ടാക്സ് ആയിട്ട്, നികുതിയായിട്ട് കൊടുത്തിരുന്നു. ഇനി കാടുമായി ചേർന്ന് താമസിക്കുന്ന ആളുകള്, ഗോത്ര വിഭാഗങ്ങള് കാടിന്റെ ഉള്ളിൽ കയറുകയും അവിടെ നിന്ന് പഴങ്ങളും മറ്റു സാധനങ്ങളും ശേഖരിച്ച് രാജാക്കന്മാർക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങൾ എങ്ങനെയാ ടാക്സ് കൊടുക്കുന്നത്? അവര് പച്ചക്കറിയാണോ കൊടുക്കുന്നത്? ധാന്യങ്ങളാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ മൃഗങ്ങളെയാണോ കൊടുക്കുന്നത്? അല്ല. അവരെന്താ ചെയ്യാ? അവർ കാടിന്റെ ഉള്ളിലേക്ക് പോകും. കാട്ടിൽ ചെന്ന് കാടിന്റെ ഉള്ളിൽ നിന്ന് പഴങ്ങളും മറ്റും ശേഖരിച്ചുകൊണ്ട് അവർ അതാണ് ആർക്ക് കൊടുക്കുന്നത്? രാജാക്കന്മാർക്കെല്ലാം നികുതിയായിട്ട് കൊടുത്തിരുന്നത്. ഇനി അതുപോലെ തന്നെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഭരണം നടത്താനായി അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. നോക്കിയേ, ഈ സതപദ ബ്രാഹ്മണ എന്ന് പറയുന്ന പുസ്തകത്തിൽ അങ്ങനത്തെ ഉദ്യോഗസ്ഥരെ പേര് പറയുന്നുണ്ട്. രാജാവിനെ സഹായിച്ച സേനാനി, പുരോഹിത, ഗ്രാമണി. ഈ പറഞ്ഞതൊക്കെ ആരാണ്? അവിടെ രാജാവിനെ സഹായിക്കാനുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥരെ ഇറക്കിയാണ് സേനാനി ഉണ്ടായിരുന്നു, പുരോഹിത ഉണ്ടായിരുന്നു, ഗ്രാമണി ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി ഈ ഓരോ മഹാജനപദങ്ങൾക്കും കോട്ടകളും തലസ്ഥാനങ്ങളും, ക്യാപിറ്റൽ സിറ്റീസും തലസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. കോട്ടകളും ഉണ്ടായിരുന്നു, തലസ്ഥാനങ്ങൾ, ആസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നോക്കി വെച്ചേക്കാം. ഇത് 4 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പഠിക്കാതെ നിങ്ങൾ ഇരിക്കരുത്. ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഈ പാഠം പഠിച്ചു എന്ന് പറയുന്നത്, ഈ പാഠം പഠിക്കുമ്പോൾ എന്തായാലും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഒന്നാണ് മക്കളെ. ഏത്? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ മഹാജനപദാസ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി മഗധ. എങ്ങനെയാണ് ഈ മഹാജനപദങ്ങളിൽ മഗധ ഇത്ര ശക്തമായെന്നുള്ളൊരു ചോദ്യം വരും. അതിനെക്കുറിച്ചും പഠിക്കണം. മഗധയിലെ മണ്ണ് എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ റീജിയൻ ആണ്, ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ് മക്കളെ. മഗധയിലെ മണ്ണ് നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ്. അതുപോലെ നല്ല എമൗണ്ടിൽ റെയിൻഫാളും എവിടെ ലഭിച്ചിരുന്നു? മഗധയിൽ ലഭിച്ചിരുന്നു. നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണും നല്ല എമൗണ്ടിൽ എവിടെ റെയിൻഫാളും എവിടെ കിട്ടിയിരുന്നു? മഗധയിൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് മഗധയിലെ മണ്ണുകളിൽ ധാരാളം അയണോർ, ഇരുമ്പയിരുണ്ടായിരുന്നു. ആ അയണോർ ഉപയോഗിച്ച് അവർ എന്തുണ്ടാക്കാൻ തുടങ്ങി? കൃഷിക്കും ആയുധങ്ങൾക്കും വേണ്ട ടൂൾസ് ആൻഡ് വെപ്പൺസ്, കൃഷിക്കും അതുപോലെ തന്നെ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ അവർ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. കൃഷിക്ക് വേണ്ട ഉപകരണങ്ങളും ആയുധത്തിന് വേണ്ട വെപ്പൺസും അവർ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി അന്നത്തെ കാലത്ത് മക്കളെ നമ്മുടെ ഈ പറഞ്ഞ യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മൃഗം ആനയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ആനയുള്ള വിഭാഗമാണ് ജയിച്ചിരുന്നത്. അതുപോലെ തന്നെ മക്കളെ മഗധയിൽ ഒരുപാട് കാടുകൾ ഉണ്ടായിരുന്നു. ആ കാടുകളിൽ ഒരുപാട് ആനകളെ കിട്ടിയിരുന്നു. അപ്പൊ മഗധക്കാർ എന്ത് ചെയ്യും? ഈ ആനയെ പിടിച്ച് ട്രെയിനിങ് കൊടുക്കും, കോച്ചിങ് കൊടുത്ത്, ട്രെയിനിങ് കൊടുത്ത് ആനയെ യുദ്ധത്തിന് സജ്ജരാക്കും. അപ്പൊ ആരായിട്ട് യുദ്ധത്തിന് പോകുമ്പോഴും മഗധ ഈ ആനയെ വെച്ചാ പോവുക. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ആനയുടെ സൈന്യം ആർക്കുണ്ടായിരുന്നു? മഗധയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഗധക്ക് മറ്റുള്ളവരെ സിമ്പിൾ ആയിട്ട് പരാജയപ്പെടുത്താനും സാധിച്ചിരുന്നു, അല്ലേ? അപ്പൊ എന്താണ്? മഗധയിൽ ധാരാളം ആനകൾ ഉണ്ടായിരുന്നു. ആ ആനകൾ ഉപയോഗിച്ച് അവർ ധാരാളം യുദ്ധത്തിൽ വിജയം നേടി. അന്നത്തെ കാലത്ത് ആനയായിരുന്നു പ്രധാനപ്പെട്ട യുദ്ധത്തിലെ മൃഗം എന്ന് പറയുന്നത്. ഇനി ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും, ട്രിബ്യൂട്ടറീസും മഗധയിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കി. അതുപോലെ മഗധ ഭരിക്കാൻ ധാരാളം കഴിവുള്ള നല്ല ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അവരാണ് ബിംബിസാര, അജാതശത്രു. ഫേമസ് ആയിട്ടുള്ള 2 ആളുകളാണ് ബിംബിസാരയും അജാതശത്രുവും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തത് മഗധ ഭരിച്ചിരുന്ന പല രാജവംശങ്ങളും, ആ രാജവംശങ്ങളെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും. നമ്മളിപ്പോ പറഞ്ഞു ബിംബിസാരനെയും അജാതശത്രുവിനെയും. ഇവർ ഹരിയങ്ക ഡൈനാസ്റ്റി, ഹരിയങ്ക രാജവംശത്തിൽപ്പെട്ട ആളുകളാണ് ബിംബിസാരയും അജാതശത്രുവും. നമ്മുടെ ശിശുനാഗ ഡൈനാസ്റ്റി, ശിശുനാഗ രാജവംശത്തിൽ ആരാണ് മക്കളെ? ശിശുനാഗൻ തന്നെയാണ്. ശിശുനാഗ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണ്? ശിശുനാഗനാണ്. നന്ദ ഡൈനാസ്റ്റിയിൽ ആരാണ്? മഹാപത്മാനന്ദയാണ്. നന്ദ ഡൈനാസ്റ്റിയിൽ ആരാടാ? മഹാപത്മാനന്ദയാണ്. അപ്പൊ അതും കൂടി നോക്കി വെക്കാം. ചിലപ്പോൾ 3 മാർക്കിന്റെ മാത്സ് ദി ഫോളോയിങ്ങിൽ വരാം. ചിലപ്പോൾ 3 മാർക്കിന്റെ മാത്സ് ദി ഫോളോയിങ് ആയി ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ഓക്കെ, അടുത്തത് അർത്ഥശാസ്ത്രം. നമ്മള് ഈ പറഞ്ഞതുപോലെ എന്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് മൗര്യ രാജവംശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനുശേഷം നമുക്കറിയാം മഗധയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ആരംഭിച്ച രാജഭരണമാണ് മൗര്യ രാജഭരണം. ആ മൗര്യ രാജഭരണത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞു മൗര്യ രാജവംശം 7 കൺസെപ്റ്റുകൾ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. അത് ഏതെല്ലാമാണെന്ന് ചോദിക്കും. ഇത് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. കഴിഞ്ഞ തവണ ചോദിച്ചതാണ്, അപ്പോൾ പഠിക്കണം. സ്വാമി, ആരാണ് സ്വാമി? ആ അർത്ഥശാസ്ത്രത്തിൽ സ്വാമി എന്ന് പറയുന്നത് കിങ്ങിയാണ്. നമ്മൾ പറഞ്ഞു 7 കമ്പോണൻസ് ഉണ്ട്, 7 ഘടകങ്ങളുണ്ട്. ആ 7 ഘടകങ്ങളെയാണ് സ്വാമി. സ്വാമി എന്നതിന് അർത്ഥമാക്കുന്നത് എന്താണ്? കിങ്, രാജാവ്. അമാത്യ, അമാത്യ ആരാണ് മക്കളെ? മിനിസ്റ്റേഴ്സ് ആണ്, മന്ത്രിമാരാണ്.
ഇനി ജനപദ എന്താണ്? ലാൻഡ്സ് ആൻഡ് പീപ്പിൾ, ജനങ്ങളും ഭൂമിയുമാണ്. ദുർഗ എന്താണ്? ഫോർട്ടിഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ, ഇവർ സംരക്ഷിച്ചതും ഇവർ പിടിച്ചെടുത്തതുമായിട്ടുള്ള സ്ഥലമാണ് ദുർഗ. ഘോഷ, ഘോഷ എന്ന് പറഞ്ഞാൽ ട്രഷറി, ഖജനാവ്. ദന്ത, ദന്ത എന്താണ്? ജസ്റ്റിസ്, നീതി. മിത്ര, ഫ്രണ്ട്ലി കൺട്രീസ്, നമ്മുടെ എന്താണ് മിത്ര രാജ്യങ്ങളെയാണ് മിത്ര എന്ന് വിളിക്കുന്നത്. ഇത് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് വരും. ഇത് ഓരോന്ന് എന്താണെന്ന് പഠിച്ചു വെക്കുക. ആരാണ് സ്വാമി, ആരാണ് അമാത്യ, ആരാണ് ജനപദ, ആരാണ് ദുർഗ, എന്താണ് കോശ, ദന്ത, അതുപോലെ മിത്ര ഒക്കെ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. മാച്ച് ദി ഫോളോയിങ് വരും, തെറ്റിക്കാനായിട്ട് പാടില്ല. സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് മക്കളെ നോക്കിയേ, ഈ മൗര്യ രാജവംശത്തെ പറ്റി നമ്മൾ എവിടെന്നാ പഠിച്ചത്? മൗര്യ രാജവംശത്തെ പറ്റി നമ്മൾ എവിടെന്നാ പഠിച്ചത്? മൗര്യ രാജവംശത്തെ പറ്റി നമ്മൾ പഠിച്ചത് മക്കളെ എവിടെ നിന്നൊക്കെയാണ്? അർത്ഥശാസ്ത്ര റിട്ടൺ ബൈ കൗടില്യ. കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ നിന്ന്, കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് നമ്മൾ ഇത് പഠിച്ചത്. എന്താണ്? നമ്മുടെ മൗര്യ കിങ്ഡം നിലനിൽക്കുന്ന 7 കമ്പോണൻസ് ഏതാണെന്ന് പഠിച്ചത് അവിടെ നിന്നാണ്. ഓക്കെ, അപ്പോ ഈ അർത്ഥശാസ്ത്രം ആരാ അർത്ഥശാസ്ത്രം എഴുതിയത്? കൗടില്യനാണ് എഴുതിയത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? മൗര്യ രാജവംശത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് എംപറർ അശോക, അശോകൻ എഴുതിയ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? മൗര്യ രാജഭരണത്തെ പറ്റി പഠിച്ചിട്ടുണ്ട്. അന്നത്തെ നാണയങ്ങളിൽ നിന്നും നമ്മൾ എന്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്? മൗര്യ രാജഭരണത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ ആർമിയാണ്. മൗര്യൻ സൈന്യത്തിന്റെ സവിശേഷതകളാണ്. എന്തെല്ലാമാണ് മൗര്യൻ സൈന്യത്തിന്റെ സവിശേഷത? ഈ മൗര്യൻ സൈന്യത്തിന് 5 വിഭാഗങ്ങളാക്കി മാറ്റി. നമ്മുടെ ഇന്ത്യൻ ആർമിയുണ്ട്, കരവിഭാഗമുണ്ട്, കരസേനയുണ്ട്, നാവികസേനയുണ്ട്, വ്യോമസേനയുണ്ട്, 3 ഡിവിഷൻ ഉണ്ട്. അതേപോലെ മൗര്യൻ സൈന്യത്തിനെയും അവർ പല ഡിവിഷൻസ് ആക്കി മാറ്റിയിരുന്നു. മൗര്യൻ സൈന്യത്തിനെ അവർ 5 ഡിവിഷനായിട്ടാണ് മാറ്റിയത്. അതിൽ ഒന്ന് ഇൻഫൻട്രി, കാലാൾപ്പടയാണ്. മറ്റൊന്ന് കെവൽറി, കുതിരപ്പടയാണ്. പിന്നെ ഒന്ന് ചാരിയറ്റ്സ്, തേരാണ്. പിന്നീട് എലഫൻസ്, ആന. പിന്നെ അതുപോലെ നേവി, നാവികസേന. ഇത്തരത്തിൽ സൈന്യത്തെ 5 വിഭാഗങ്ങളാക്കി ആര് മാറ്റിയിട്ടുണ്ടായിരുന്നു? മൗര്യൻ രാജവംശം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ കാര്യങ്ങളിൽ ഭരണം നടത്താനായിട്ട് 30 പേരുള്ള ഒരു കമ്മിറ്റിയെയും ഇവർ രൂപീകരിച്ചിരുന്നു. അപ്പോൾ സൈന്യത്തിലെ ഭരണം നടത്താൻ 30 പേരുള്ള ഒരു കമ്മിറ്റിയെ കൂടി ആര് നിയമിച്ചിരുന്നു? നമ്മുടെ രാജാക്കന്മാര് നിയമിച്ചിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിച്ചു നോക്കി, ഇതൊക്കെ മനസ്സിലാക്കി വെക്കാം. ഏറ്റവും കൂടുതൽ പിന്നെ പറഞ്ഞ് പഠിക്കുന്നത് അശോകതമ്മയാണ്. മൗര്യ രാജഭരണത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി അശോകനാണ്. മൗര്യഭരണം തുടങ്ങിയത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരി ആരാണ്? അശോകനാണ്. അപ്പൊ അശോകന് ജനങ്ങൾക്കിടയിൽ സമാധാനവും സന്തോഷവും നിലനിർത്താനായിട്ട് അശോകൻ പ്രചരിപ്പിച്ച ആശയങ്ങളെയാണ് മക്കളെ അശോകധമ്മ എന്ന് വിളിക്കുന്നത്. ആ അശോകധമ്മയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ബി ടോളറന്റ് ടു അതർ റിലീജിയൻ. നമ്മുടെ വിശ്വാസം ആചരിക്കുന്നത് പോലെ മറ്റുള്ള വിശ്വാസങ്ങളോട് എന്ത് കാണിക്കണം? സഹിഷ്ണുത കാണിക്കണം. അവർക്ക് അവരുടെ വിശ്വാസം ആചരിക്കാനും അനുഷ്ഠിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അതല്ലാതെ അതിനെ എതിർക്കാനോ അല്ലാതെ അതിനെതിരെ പോയിട്ട് നമ്മൾ അവരെ കുറ്റം പറയാനോ ആ മതം ഇല്ലാതാക്കാനോ ശ്രമിക്കരുത്. നമ്മൾ സഹിഷ്ണുതയോടെ പെരുമാറണം. അടുത്തത് റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കണം. അതായത് അവർക്ക് വേണ്ട റെസ്പെക്ട് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ ബഹുമാനിക്കുക. ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് സിക്ക്. അന്ന് ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. അടിമക്കച്ചവടത്തിന് ചന്തകൾ വരെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ മേടിച്ചു വരുന്ന അടിമകളെയും മർദ്ദിതരെയും അല്ലെങ്കിൽ എന്താണ് പാവപ്പെട്ടവരെയും അസുഖബാധിതരെയും നമ്മൾ എന്ത് ചെയ്യണം? സഹതാപത്തോടെ അല്ല, കാരുണ്യത്തോടെ നിൽക്കണം. അവരോട് കരുണ കാണിക്കണം. അതല്ലാതെ അവരെ മർദ്ദിക്കാനോ അവരെ ക്രൂശിക്കാനോ അല്ല, അങ്ങനെയുള്ളവരോട് കരുണ കാണിക്കണം എന്ന് കൂടി ആര് പറഞ്ഞു? അശോകൻ പറഞ്ഞു. ഓക്കെ, അടുത്ത മക്കളെ കച്ചവടത്തിനുണ്ടായ പുരോഗതിയാണ്. പാഠം തീരെയാണ്. ഇനി 2 ടോപ്പിക് കൂടി പറഞ്ഞാൽ പാഠം തീരും. കച്ചവടത്തിനുണ്ടായ പുരോഗതിയെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് അവർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ് മക്കളെ പഞ്ചമാർക്കഡ് കോയിൻസ്. ഈ പഞ്ചമാർക്കഡ് കോയിൻസ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയത്? സിൽവർ വെച്ചിട്ടും കോപ്പർ വെച്ചിട്ടും വെള്ളി വെച്ചിട്ടും ചെമ്പ് വെച്ചിട്ടുമാണ് അവർ എന്തുണ്ടാക്കിയിരുന്നത്? പഞ്ചമാർക്കഡ് കോയിൻസ് ഉണ്ടാക്കിയിരുന്നത്, നാണയങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ അന്ന് അവർ എന്താണ് നാണയങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. കച്ചവടത്തിനായിട്ട് അവർ നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു. പണ്ടൊക്കെ നമുക്കറിയാം കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമാണ്. എന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തന്നാല് അതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഞാൻ തിരിച്ചു മേടിക്കും. ആ സമ്പ്രദായം മാറിക്കൊണ്ട് നാണയം ഉപയോഗിച്ച് പൈസ ഉപയോഗിച്ചുള്ള കച്ചവടം നടത്തി തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? ഈ പറഞ്ഞൊരു കാലഘട്ടത്തിലാണ്. അതുപോലെ അവർ കച്ചവടത്തിനായിട്ട് കരയും സീയും റിവറും, അതായത് കടൽ മാർഗവും കരമാർഗവും നദികൾ മാർഗവും ഇവരെന്ത് ചെയ്തിരുന്നു? കച്ചവടം നടത്തിയിരുന്നു. പ്രധാനമായിട്ടും കച്ചവടം നടത്തിയത് എന്താണ്? ഗ്രെയിൻസ്, ധാന്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെല്ലും ഗോതമ്പും ചോളവും പോലുള്ള സാധനങ്ങള്, ടെക്സ്റ്റൈൽസ്, വസ്ത്രങ്ങള്, മെറ്റൽസ്, ഇങ്ങനെയുള്ള വസ്തുക്കളാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും കച്ചവടം നടത്തിയിരുന്നത്. ഇനി പണ്ടുള്ള പുസ്തകങ്ങളില് സെത്തീസ് എന്നും ശതവാഹകരെന്നും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയെല്ലാം പറയുന്നത് ആരാണ്? കച്ചവടക്കാരെയാണ്. അന്നത്തെ കച്ചവടക്കാരെ വിളിച്ചിരുന്ന പേരാണ് സെത്തീസ് എന്നും ശതവാഹകരെന്നും. അതും നോക്കി വെക്കാം. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ,
അടുത്തത് എങ്ങനെയാണ് ഗ്രീസിൽ സിറ്റീസ് ഫോം ചെയ്തത്? സിറ്റി ഫോർമേഷൻ ഗ്രീസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രീസിൽ എന്താണ് പണ്ട് കാലത്ത് ഭരണകാര്യങ്ങൾക്കായിട്ട് ഗ്രാമങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കുമായിരുന്നു. ഭരണകാര്യങ്ങൾക്ക് ഗവേണൻസിന് വേണ്ടിയിട്ടും സെക്യൂരിറ്റി സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാ ഗ്രാമങ്ങളും ഒന്നിച്ചു നിൽക്കുമായിരുന്നു. അത്തരം ഗ്രാമങ്ങളെ മക്കളെ നമ്മൾ വിളിച്ച പേരാണ് സിറ്റി സ്റ്റേറ്റ്. അപ്പൊ ഗ്രീസിൽ എന്താണ് എല്ലാ ഗ്രാമങ്ങളും ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒന്നിച്ചു നിൽക്കുമായിരുന്നു. അത്തരം ഗ്രാമങ്ങളെ നമ്മൾ വിളിച്ച പേരെന്താണ് മക്കളെ? സിറ്റി സ്റ്റേറ്റ് എന്നാണ്. അതുപോലെ തന്നെ ഒരു സിറ്റി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിയും അതിന് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളും ചേർന്നതാണ്, കാർഷിക ഗ്രാമങ്ങളും ചേർന്നതാണ്. ഒരു സിറ്റി ഉണ്ടാകും, ആ സിറ്റിക്ക് ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ചേർന്നതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഒരു സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെയൊക്കെ അതിർത്തി എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ള മലകളും കുന്നുകളും ആയിരിക്കും. നാച്ചുറലി ഇതിന് ചുറ്റുമൊക്കെ ഒരുപാട് മലകളും കുന്നുകളും ഉണ്ട്. ഈ മലകളും കുന്നുകളും ആയിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത്? ഈ മലകളും കുന്നുകളായിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത്? അതിന്റെ എല്ലാം അതിർത്തി എന്ന് പറയുന്നത്. ഓക്കെ, ബൗണ്ടറി എന്ന് പറയുന്നത്. ചില സിറ്റി സ്റ്റേറ്റ് ആണെങ്കിൽ ഐലൻഡ്സിലായിരിക്കും. ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ, എന്താണ്? ദ്വീപാണ്, ദ്വീപിലായിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ തലസ്ഥാനങ്ങൾ മിക്കപ്പോഴും ഈ ഓരോ സിറ്റീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം, ക്യാപിറ്റൽ സിറ്റീസ് മിക്കപ്പോഴും എവിടെയായിരിക്കും? വലിയ വലിയ കുന്നുകളുടെയോ മലകളുടെയോ മുകളിലായിരിക്കാം. അങ്ങനെ രൂപം കൊണ്ട പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റ് ആണ് മക്കളെ ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തെബീസ് പോലുള്ളവ. ഇതൊക്കെയാണ് ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തെബീസ് പോലെയുള്ളവ അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റുകളാണ്. അപ്പൊ അതും കൂടി നോക്കി വെച്ചേക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഗവേണൻസിനെ പറ്റി പറയുന്നുണ്ട്. ഏഥൻസിലുണ്ടായ ഗവേണൻസിനെ പറ്റി പറയുന്നുണ്ട്. ഏഥൻസിൽ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരെയും അവിടുത്തെ പൗരന്മാരായി കണ്ടുകൊണ്ട് എന്താണ് അവിടുത്തെ പൗരന്മാരായി കണ്ടുകൊണ്ട് അവർക്കിടയിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റിയാണ് ഒരു വർഷത്തിൽ 4 തവണ സമ്മേളനം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെയാണ് അവിടെ പൗരന്മാരെ കണക്കാക്കുന്നത്. അവിടെ ഒരു ജനാധിപത്യത്തിന് തുടക്കം കുറിച്ചത് ആ കാലഘട്ടത്തിലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്ത്രീകൾക്കോ മറ്റ് അടിമകൾക്കോ കലാകാരന്മാർക്കോ അങ്ങനെ എന്താവാൻ പറ്റിയിരുന്നില്ല? പൗരന്മാരാവാൻ പറ്റിയിരുന്നില്ല. അതല്ലാതെ വന്ന ഫോറിനേഴ്സിനും അവിടുത്തെ പൗരന്മാരാവാൻ പറ്റിയിരുന്നില്ല. അതല്ലാതെ അവിടെ ജനിച്ചു വളർന്ന ആളുകൾ 30 വയസ്സ് കഴിഞ്ഞവരായിരുന്നു എന്ത് അവിടുത്തെ പൗരന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അതൊന്നും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഇതുവരെ ചോദിച്ചിട്ടുമില്ല. ഇതുവരെ ഇനി അങ്ങോട്ടേക്ക് ചോദിക്കാൻ സാധ്യത വളരെ കുറവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ അതൊന്നും പഠിച്ച സമയങ്ങളാണ്. പഠിക്കണ്ടെന്നല്ല, ആദ്യം ഈ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അത് പഠിക്കാനായിട്ട് ഇരിക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.